കുട്ടികൾ മിസ്സാവുക, കാണാതാവുക എന്ന സംഭവം നമ്മൾ പണ്ടും ഇന്നും കേൾക്കുന്ന വിഷയമാണ്. നിരന്തരമായിട്ട് ചെറിയ കുട്ടികൾ മിസ്സാവുന്നുണ്ട്. മിസ്സിങ് കേസുകൾ എണ്ണം കൂടുതലാണ് കേരളത്തിന് വെളിയിലും എല്ലായിടത്തും. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ദിയ ഫാത്തിമയുടെ കേസ് വരെ പറഞ്ഞു അല്ലേ, ദിയ ഫാത്തിമ മിസ്സായ കാര്യം. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ നിരന്തരം മിസ്സാവുന്നുണ്ട്. വീടിൻ്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മിസ്സാവുക, വീടിൻ്റെ അകത്തുനിന്ന് മിസ്സാവുക, ഇങ്ങനെ നിരന്തരമായിട്ട് കുട്ടികൾ മിസ്സാവുന്ന കേസുകളാണ് കാണുന്നത്. ഇതിന് പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. കുട്ടികൾ മിസ്സാവുന്ന കേസ് എന്താ പറയുക, അതങ്ങനെ തന്നെ തീരുകയാണ്. അതിനെക്കുറിച്ച് തൊട്ട് അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അട്ടർ ഫെയിലിയറാണ് മിസ്സിങ് കേസ് എപ്പോഴും. കൊലപാതകം പിന്നെ എങ്ങനെയുള്ള കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ മിസ്സിങ് കേസ് എപ്പോഴും പരാജയം തന്നെയാണ്. അപ്പോൾ ഈ ഇടയ്ക്കുണ്ടായ ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ വരുന്നത്. ഓക്കെ, അതിലോട്ട് നമുക്ക് ഞാൻ ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ കാണാനിടയായി. ആളുടെ പേര് ഷഹീദ ഷാലു വ്ളോഗ്സ്. അവർ ഏകദേശം ഒരാഴ്ച മുമ്പ് പറഞ്ഞൊരു വീഡിയോ, ആ വീഡിയോ ഞാൻ കണ്ടത് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അത് സംസാരിക്കാനാണ് ഞാൻ വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം, അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ഈ താത്താൻ്റെ മോനും കൂടെ ഗുജറാത്ത് ഡൽഹി ഭാഗത്തോട്ട് യാത്ര പോയതായിരുന്നു. ആ പോയ സമയത്ത് ട്രെയിനിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ് അവർ ആ വ്ളോഗിൽ സംസാരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി അവരത് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും അത് സംസാരിക്കട്ടെ, അതുകൊണ്ടാണ് ഞാനത് ചുരുക്കി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൽ അവർ ആ ഇത്താത്തൻ്റെ മകനും ഡൽഹി ഗുജറാത്ത് ഭാഗത്തോട്ട് യാത്ര പോയിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ട്രെയിനിൽ അവർ കണ്ട ഒരു ഇൻസിഡൻ്റാണ് അവർ നമ്മളടുത്ത് ഷെയർ ചെയ്തത് ആ വ്ളോഗിൽ. അപ്പോൾ അത് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ആ യാത്രയിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആളുകളുള്ളൊരു കമ്പാർട്ട്മെൻറ്റ്, വളരെ റഷുള്ള കമ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവർ യാദൃശ്ചികമായിട്ട് ഒരു നാടോടി കൂട്ടത്തെ കാണാനിടയായി. അപ്പോൾ അതിലൊരു കുട്ടിയും, അത് കരഞ്ഞു വരുന്നൊരു കുട്ടി എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അവർ പറയുന്നത്. ഓക്കെ, കുട്ടി പെരും കരച്ചിൽ കരഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ, ഞാൻ ഇരിക്കണോട് തന്നെ ബാഗ് വെച്ച് കണ്ട് ഇവൻ ഇങ്ങനെ, ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കല്ലോ, ഇവൻ്റെ മടിക്ക് തലച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അതിൽ ഇതൊരു മെലിഞ്ഞൊരു പെണ്ണാണ്. ഈ പെണ്ണിൻ്റെ അടുത്ത് ഈ കുട്ടീനെ കൊടുത്തേക്ക് ഈ കുട്ടി രണ്ടും ഒച്ചടിലിട്ട് അതിനോട്. അത് സാധാരണ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ കരയുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഞാനും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് ഈ കുട്ടി കരച്ചിൽ നിർത്താഞ്ഞേക്ക് കുട്ടിൻ്റെ പള്ളക്ക് ഒരു ഒറ്റ കുത്ത്, അങ്ങനെയല്ലാട്ടിയ ആഞ്ഞൊരു കുത്ത്. അപ്പം എൻ്റെ കണ്ണും തലയൊക്കെ, ഞാൻ ആ കുട്ടീൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുക്കുക, എൻ്റെ കണ്ണും തലയൊക്കെ പാടെ എടുത്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കുഞ്ഞി പൈതലിനെ അങ്ങനെ കാട്ടിയപ്പോൾ അതിൽ ഈ കുട്ടിക്ക് പാല് കൊടുത്തേക്ക് ഈ കുട്ടി രണ്ടാൾക്കാർ വന്നിട്ട് ഒരു പെണ്ണിൻ്റെ കയ്യിൽ കുട്ടീനെ കൊടുത്തു, ചെറിയൊരു കുട്ടീനെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഒരു 2-3 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിനെ. അപ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ആ കുട്ടി കരച്ചിൽ നിർത്താത്തതുകൊണ്ട് ആ പെണ്ണ് പള്ളക്കിട്ട് കുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സംശയം തോന്നുമല്ലോ, സ്വാഭാവികമായിട്ട് എന്തായാലും ഒരു മാതാവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കുട്ടിൻ്റെ പള്ളക്കിട്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് മാതാവ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ, യാതൊരു സംശയവുമില്ല. അപ്പം അവർ അത് കണ്ടപ്പോൾ അവർക്കത് ഷോക്കായിപ്പോയി. താത്ത പറയണ നോക്കാം. ഓക്കെ, തിരിച്ചു. അപ്പൊ എനിക്കൊരു സംശയം, ഇത് ഇവര് കുട്ടിയല്ല, ഇത് നോടിരുന്നോ, ഇത് ഇവര് കുട്ടിയല്ല എന്നുള്ളത് എനിക്കൊരു സംശയം കേട്ടോ. അതിന് ഞാൻ ഇവനോട് പറഞ്ഞു, ഇത് ഒരു കുട്ടിയല്ലേ, ഇത് ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ നല്ല വെളുത്ത സുന്ദരി കുട്ടി കേട്ടോ. അപ്പൊ ആ കുട്ടീന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ കുട്ടീന്റെ കണ്ണിങ്ങനെ വെള്ളം വരുന്നുണ്ട്. അതില് ഇവര് എന്ത് ചെയ്തു, ഒരു കുപ്പി ഒഴുക്കിന് ആ കുട്ടീന്റെ തൊള്ളിക്കാണ് വെച്ചു കൊടുത്തൂല്ലേ. അതിലിപ്പം പറഞ്ഞു, എന്താ കുട്ടീന്റെ തൊള്ളിക്ക് ഇങ്ങനെ കുപ്പിയേറ്റ് കമത്തി കൊടുക്കണം ഇങ്ങനെ. അപ്പൊ ആ കുട്ടി പെരും വെള്ളം കൂടി. അപ്പൊ എനിക്ക് മനസ്സിലായി, പഠിച്ചോനെ ഇത് ഇതിറ്റങ്ങളെ കുട്ടിയല്ല കേട്ടോ, ഇത് ഇതിറ്റങ്ങളെ കുട്ടിയല്ല. പക്ഷെ ഈ കുട്ടികൾ, നമ്മളെ കുട്ടികളാണെങ്കിൽ ഉമ്മാന്ന് പറഞ്ഞിട്ട് ഒരു കളി ചിറി അങ്ങനെ ഒരു അടുപ്പൊന്നും ഇതിറ്റങ്ങൾ കാണിക്കണില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു, ഇല്ലടാ ഇത് കുട്ടി പറഞ്ഞത് സ്വാഭാവികമായിട്ട് സംശയം തോന്നി അവരെ കുട്ടിയാണോ എന്നുള്ളത്. കാരണം കുട്ടി പാലൊന്നും കുടിക്കുന്നില്ല, അവർ പാല് കൊടുക്കുന്നുണ്ട്. കാരണം ആ നാടോടിയായിട്ടുള്ള സ്ത്രീ പാല് കൊടുക്കുന്ന പോലെ കാണിച്ചു. പക്ഷേ കുട്ടി പാല് കുടിക്കുന്നില്ല. പക്ഷെ കുട്ടിക്ക് പിന്നെ വെള്ളം കൊടുത്തപ്പോൾ കുട്ടി ഭയങ്കര കുടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കത് സംശയം തോന്നി എന്നുള്ളത്. അതാണ് സംഭവം ആ പറഞ്ഞത്. ഛർദ്ദിച്ചു എന്നും കുറേ കരഞ്ഞ് കുറേ ഛർദ്ദിച്ചു എന്നൊക്കെയാണ് താത്ത പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി കുട്ടിയല്ല.
പേപ്പറിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അവർ എവിടുന്നോ പൊക്കി കൊണ്ടുവന്നതാണ്, അത് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്, തട്ടിക്കൊണ്ടുവന്നതാണ് എന്നാണ് ഇവരെ ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താത്തയും മോനും നല്ല നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇവരെ, ഐ മീൻ ഈ കുട്ടീനെ. അപ്പൊ ഞാൻ ഫോണൊക്കെ ഇതാക്കി വെച്ചു. അത് അവനോട് പറഞ്ഞില്ല നമുക്കൊരു വീഡിയോസ് എടുക്കാറേക്ക് ഈ കുട്ടികളെങ്ങനെ, കാരണം ഇവര് ആരെ കുട്ടികളെ കൊണ്ടുവരണമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോ ഓരോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി ആണ് ഇവരെ നിയന്ത്രിക്കണം. ഈ 2 പെണ്ണുങ്ങളും ഈ 2 കുട്ടികളെയും നിയന്ത്രിക്കണതും അവിടെ ഉള്ള ആൾക്കാരെ ഇതാക്കണതൊക്കെ ഇവരൊരു ഗ്യാങ് ആയിട്ടാണ് വന്ന് ആ ട്രെയിനിൽ കയറിയിരിക്കുന്നത്. അതാണ് ഞാൻ അവിടെ ഇരുന്നപ്പം ഒരു ഇന്ന അവിടുന്ന് മാറ്റണത്. അത് ഞാനിങ്ങനെ നോക്കുമ്പോഴൊക്കെ ആ ചങ്ങായി എന്നെ നോക്കി തന്നെയാണ്. അപ്പൊ പിന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ചു. അപ്പൊ ഫോൺ എടുത്ത് വെച്ചപ്പോ അങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പേടി. അപ്പൊ ശാലിനോട് പറഞ്ഞു വേണ്ടമ്മ ഇവിടെ വന്നുകാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ ഞാൻ ഇവനോട് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ശരിക്ക് യാത്ര ഈ ബസ്സിലാണെന്നുണ്ടെങ്കിലും ഇതിൽ യാത്ര ചെയ്യുമ്പോഴും കുട്ടികളെ ഐഡന്റിറ്റി കാർഡ് ചോദിക്കണം, എന്നാൽ കുറേ. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു എടുക്കണം കുട്ടികൾക്ക് ഐഡന്റിറ്റി കാർഡ് പറഞ്ഞത്. ആ താത്ത കുട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്ന വേറെ മാന്യനായിട്ടുള്ള 1-2 പേരുണ്ട് എന്നാണ് പറയുന്നത്. ഇവരെ നോക്കുന്നുണ്ടായിരുന്നത്. അതായത് ഇവർക്കൊരു പേടി, കാരണം സ്വാഭാവികമായിട്ട് താത്ത ഒരു പെണ്ണാണ്, പിന്നെ ഒരു മോനാണുള്ളത്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം ആ ട്രെയിനിലാണ്. ഇവർ പറഞ്ഞ പോലെ പോലീസിനെ അറിയിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിനെ രക്ഷപ്പെടുത്താനോ ഒന്നും സാധിക്കുന്നതല്ല. കാരണം സ്വാഭാവികമായിട്ട് ഇതൊരു ചെറിയ ഗ്യാങ്ങല്ല, ഒരു വലിയ ഗ്യാങ് തന്നെ. അപ്പം ഇപ്പം അതായത് ഇവർ ഫോട്ടോ എടുത്ത് പോലും അത് കണ്ടു, അത് നോക്കി കണ്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വേറെ ആളെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് താത്ത അതിലൊരു പോയിന്റ് പറഞ്ഞു, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഈ കുട്ടികളുടെ ഐഡൻറ്റി കാർഡ് ചോദിക്കണം. അത് കറക്റ്റാണ്, ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. കാരണം ട്രെയിനിൽ യാത്ര ചെയ്താലും ബസ്സിൽ കുട്ടികൾക്ക് പോലും ഐഡൻറ്റി കാർഡ് വേണം, ആരെ കുട്ടിയെന്ന് തിരിച്ചറിയാൻ. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് മിസ്സിങ് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, സ്ഥിരമായിട്ട് കാണുന്നതാണ്. പോലീസിനെ കൊണ്ട് ഇതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് ഉറപ്പാണ്. ആ കാര്യം ഒരു 15 മിനിറ്റ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് കാണിക്കാത്തത്. നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ് കാണിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ താത്ത യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയെ കാണാനിടയായി. ആ കുട്ടിയെ ഇവർക്ക് സംശയം ആ കുട്ടി ഇവരുടെ അല്ലാതാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, കുട്ടിയോട് പെരുമാറുന്ന രീതികളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗ്യാങ് തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് സത്യം, ഒരു മാഫിയ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ പല സംഭവങ്ങളും നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. കുട്ടി മിസ്സാവുന്ന കാര്യങ്ങൾ, കുട്ടികൾ മിസ്സാവുന്ന കാര്യങ്ങൾ. ദിയ ഫാത്തിമയുടെ കേസൊന്നും നിങ്ങൾക്ക് അറിയാലോ. ആ ഉമ്മ ഇത്രയും കാലം കാത്തിരിക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ പല മാതാപിതാക്കളും മക്കൾ മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ വിഷമിച്ച് നിൽക്കുക. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാലം ഇങ്ങനെ മറന്നെങ്കിലും പോകും. പക്ഷെ ജീവിച്ചിരുന്നിട്ട് അത് മിസ്സായി പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിന് ശക്തമായിട്ടുള്ള ഒരു ഇത് തന്നെ വേണം, നടപടി തന്നെ വേണം. അതായത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും മനുഷ്യന്മാരായിട്ട് കാണാൻ പറ്റില്ല, വേറെ കാര്യം. പിന്നെ കുട്ടികൾ യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ രേഖയും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ചോദിക്കുന്നത് നല്ലൊരു ഇതാണ്. താത്ത പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക, ഇനിയിപ്പോൾ അവരുടെ കുട്ടിയാണോ അത് നമുക്കറിയില്ല കേട്ടോ. താത്തയുടെ സംശയമാണ് പറഞ്ഞത്. താത്തയ്ക്ക് നല്ല സംശയം തോന്നി, കാരണം അത് ആ കുട്ടിയല്ല എന്നുള്ളത്. അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇൻസിഡൻസുകൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താം. താത്താൻ്റെ കേസ് പറഞ്ഞാൽ താത്തയ്ക്ക് ഒരിക്കലും ആ കുട്ടിയെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവർ ട്രെയിനിലാണ്, അറിയാൻ ഒരു സ്ത്രീ ഒരു മകനും മാത്രമേ ഉള്ളൂ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ വലിയ കൊമ്പുള്ള ആൾക്കാർ, ഇത് കൊമ്പന്മാരെന്ന് പറയും, വലിയ മാഫിയ വലിയ ഹൈടെക് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെയുള്ള വലിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ഈ പെൺവാണിഭം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ, ഇതുപോലത്തെ ഒരുപാട് സംഭവത്തിൻ്റെ പിന്നെ വൻ ടീമുകളുണ്ട്, വൻ മാഫിയകളുണ്ട്. അപ്പോൾ അവരെ തുരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യങ്ങളല്ല, അത് വലിയൊരു ഓപ്പറേഷൻ തന്നെയാണ് അതിന് വേണ്ടത്. അത് നമ്മൾ ചില്ലറ ആൾക്കാരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആർക്കും ഇങ്ങനത്തെ ഗതി വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. കുട്ടികളെ സൂക്ഷിക്കുക, കുഞ്ഞു മക്കളെ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിൽ. ഓക്കെ, അടുത്ത വീഡിയോ തന്നെ. ബൈ.